മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? പാട്ടുകളെ പറ്റിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഒരു ദിവസം രാവിലെ ഉറക്കമെണീറ്റ് രാത്രി കിടന്നുറങ്ങുന്നത് വരെ നമ്മൾ എത്ര പാട്ടുകൾ ഡെയിലി കേൾക്കാറുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ റേഡിയോ ലൈവ് ഓൺ ചെയ്ത സമയം മുതൽ ഒരുപാട് പാട്ടുകൾ കേട്ടില്ലേ അല്ലേ? അപ്പോൾ രാവിലെ നിങ്ങൾ ഉറക്കമെണീറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എത്ര പാട്ടുകൾ കേൾക്കാറുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പാട്ടെങ്കിലും കേൾക്കാത്ത, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഇരുവരികളെങ്കിലും മൂളാതെ നമ്മുടെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല. നമ്മളെല്ലാവരും പാട്ടുകാരൊന്നുമല്ല, എങ്കിലും ബാത്റൂം സിംഗേഴ്സാണ് നമ്മളെല്ലാം, കറക്റ്റ് അല്ലേ? അപ്പോൾ ബാത്റൂമിലെങ്കിലും നമ്മൾ പാട്ട് പാടാറുണ്ട്, മൂളാറുണ്ട്. അതില്ല എന്നാരും പറയരുത്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, അത്രമേൽ നമ്മൾ മനുഷ്യരുടെ ജീവിതവുമായിട്ട് പാട്ടുകൾ ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അല്ലെ. അപ്പോൾ പാട്ടുകൾ ആസ്വദിക്കാൻ നമുക്ക് ഇന്ന ഭാഷ എന്നൊരു സംഗതി ഇല്ല. അടുത്തിടയ്ക്ക് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ വമ്പൻ ട്രെൻഡിങ് ആയിട്ടുള്ള തെലുഗും ഉറുദുവും കന്നഡയും പാട്ടുകളൊക്കെ നമ്മളേവരും കൂടെ പാടിയവരാണ്, കൂടെ തുള്ളിയവരാണ് അല്ലെ. അതാണ് പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാട്ടുകൾക്ക് അല്ലെങ്കിൽ പാട്ടുകൾ ആസ്വദിക്കാൻ നമുക്ക് ഭാഷ ഒരിക്കലും ഒരു തടസ്സമായി മാറാറില്ല. ആസ്വദിക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പാടാനോ പറയാനോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും ഭാഷകളെന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു പാട്ട് പോലും കേൾക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ്റെ പാട്ടുകളില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടാവില്ലല്ലേ. അതുപോലെ എം ജി ശ്രീകുമാർ, സുജാത, ചിത്രാമ്മ, പിന്നെ പുതിയ യുവതലമുറയിലെ പാട്ടുകാർ SPB സാർ, ജാനകിയമ്മ, സുശീലമ്മ അല്ലെ, മാധുര്യമ്മ, അങ്ങനെ ഒരുപാട് പേരുടെ പാട്ടുകൾ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം വളരെ മനോഹരമായി മുന്നേക്ക് പോകണം. ഓർമ്മിപ്പിക്കാനുള്ള എത്രമാത്രം നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉറക്കമെണീറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ യാത്രയിൽ പാട്ടുകൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ യാത്രയുടെ കൂട്ടുകാരനായിട്ട് നമ്മളോടൊപ്പം പാട്ടുകൾ കൂടെയുണ്ട്. പലപ്പോഴും പല അസുഖങ്ങൾക്കുമുള്ള മരുന്ന് കൂടെയാണ് പാട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങയിൽ ഞാൻ ഇവിടെ പറയുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കേട്ടുമുട്ടാം മറ്റൊരു മനോഹരമായ ടോപ്പിക്കും വേറെ മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒക്കെ ആയിട്ട്. സോ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ്. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.